ഇന്ന് ചെറിയൊരു വ്ളോഗ് വീഡിയോ ആണ് കേട്ടോ. ഒരു ചെറിയൊരു യാത്ര അതിൻ്റെ വീഡിയോസാണ്. അതായത് നമ്മൾ വീട്ടിലെല്ലാവരും വന്ന സമയത്ത് എവിടേക്കെങ്കിലും പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മിനി ഊട്ടിയിലേക്ക് പോവുകയാണ്. ആദ്യം നമ്മൾ ഹിൽസ് ലാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കണ്ടു. അവിടെ നിർത്തിയിട്ട് അതിലേക്ക് നോക്കിയപ്പോൾ ടിക്കറ്റിന് 60 രൂപ എങ്ങാണ്ട് ഉണ്ട്. അപ്പം പിന്നെ അതിൻ്റെ ഉള്ളിൽ ഊഞ്ഞാലുകളും അങ്ങനെയൊക്കെ സെപ്പറേറ്റ് നമ്മൾ ടിക്കറ്റ് എടുക്കണം. അപ്പം അവിടെ വേണ്ടാന്ന് വെച്ചിട്ട് കുറച്ചും കൂടി ഇങ്ങോട്ട് പോന്നപ്പോഴാണ് നമ്മുടെ പെറ്റ്സ് പാർക്ക് കണ്ടത്. അപ്പോൾ അവിടെ കയറിയതിന് ശേഷം അവർ ടിക്കറ്റൊക്കെ ചോദിച്ചപ്പോൾ ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ്. അപ്പോൾ ഒരുപാട് മൃഗങ്ങളും പക്ഷികളും അങ്ങനെയൊക്കെ നമുക്ക് കാണാനായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അങ്ങോട്ടാണ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത്. രാത്രി ആയതുകൊണ്ട് തന്നെ ക്ലിയർ കുറച്ച് കുറവാണ്. വീട്ടിലെല്ലാവരും വന്ന സമയത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ ഒരു ട്രിപ്പാണ്. ചെറുതായിട്ട് നമ്മുടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പെറ്റ്സ് പാർക്കിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഒരാൾക്ക് 50 രൂപയാണ് ഇവിടെ ടിക്കറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊന്നും ടിക്കറ്റ് വേണ്ട, വലിയവർക്ക് മാത്രം മതി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ നിങ്ങൾക്കും കൂടി കാണാം. നമ്മൾ ഒട്ടക പക്ഷി, അതുപോലെ തന്നെ പറക്കുന്ന അണ്ണാൻ, അങ്ങനെ ഒരുപാട് ജീവികൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് ബേഡ്സാണ്, ലവ് ബേഡ്സ് ആണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ കുറേ ബേഡ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് തുടങ്ങിയ സമയത്തൊക്കെ ഇതിനെക്കാട്ടിലും ഒരുപാട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറേ കുറവാണ്. കുറേ കൂടുകളിലൊന്നും പക്ഷികളൊന്നും കാണാനില്ല. ഇതിൽ കണ്ടോ, ഇതിൻ്റെയൊക്കെ പേര് ഇതിൻ്റെ താഴെ, കൂടിൻ്റെ താഴെ, കൂടിനോട് ചേർന്നായിട്ട് തന്നെ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ പേരും. ഇതുണ്ടോ, കണ്ടിട്ട് തന്നെ പേടിയാവുന്നുണ്ടല്ലേ. പിന്നെ അതായത് നമ്മുടെ ഓന്താണ്, വലിയ വലുപ്പത്തിലുള്ള ഓന്താണ്. അതിൻ്റെ ഉള്ളിലൊക്കെ കൈയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും അനങ്ങുന്ന പോലുമില്ല, പേടിപ്പിച്ചിട്ടും ഒന്നും ഒരു പ്രശ്നമല്ല അതിന്. അതിൻ്റെ താഴെ ഒന്നുണ്ട് ഇതേപോലെ തന്നെ കുറച്ചും കൂടി യെല്ലോ കളറായിട്ടുള്ളത്. അതിന് വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല, സ്കിപ്പായി പോയതാണ് കേട്ടോ. പിന്നെ ഇതാ ലവ് ബേഡ്സ്, ഒരുപാട് ബേഡ്സ് ഉണ്ട്. പിന്നെ കുറച്ചും കൂടി പോകുന്നതാ ഇതിൻ്റെയൊക്കെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനോട് ചേർന്ന് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ബേഡ്സ് ഉണ്ട്. ഇവിടുത്തെ നല്ല ഭംഗിയുള്ളൊരു കിളിയെ കാണിച്ചു തരാം. ഇതല്ല, ഇതിൻ്റെ അപ്പുറം കണ്ടോ, അവിടെ മയിലിൻ്റെയൊക്കെ ഒരു രൂപത്തിൽ, എന്നാൽ തത്തയും അല്ല മയിലും അല്ല, അങ്ങനെ ഒരു കിളി കണ്ടോളൂ കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയാണ് കാണാൻ, നല്ല ഭംഗിയുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ കുട്ടികളാണോ ഇതിൻ്റെ അടുത്തുള്ളത് എന്നറിയില്ല. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള യെല്ലോ കളർ ബേഡ്, അതിൻ്റെ മുടിയൊക്കെ നമ്മൾ വാർന്ന് വെച്ച പോലെ അത്രയും നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ. നിങ്ങൾ ഫ്രീ ഒക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ അടുത്തുള്ളവരും ദൂരമുള്ളവരാണെങ്കിലും ഒക്കെ ഒന്ന് വന്ന് നോക്കൊണ്ടു. ഇവിടെ ഈ പെറ്റ്സ് പാർക്ക് മാത്രമല്ല, ആ ബ്രിഡ്ജ് ഉണ്ടല്ലോ, ഗ്ലാസ് ബ്രിഡ്ജ്, അതുപോലെ തന്നെ കുറേ പാർക്കുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, വാർന്ന് വെച്ച പോലെ അതിൻ്റെ മുടി. അങ്ങനെ ബേഡ്സുകൾ ഒരു സെക്ഷനായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറേ കുറഞ്ഞിട്ടുണ്ട്. ആദ്യം ഞങ്ങൾ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഇതിനാട്ടിലും ഒരുപാട് കിളികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മുടെ ഒട്ടകപ്പക്ഷി, നമ്മുടെ ദേശീയ പക്ഷിയായ ഒട്ടകപ്പക്ഷിയാണ്. കണ്ടോ, ഇതിനെന്തൊക്കെയോ വല്ലായ്മൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. കാരണം കാലിലൊക്കെ ചെറിയ മുറിവുകളൊക്കെ ആയിട്ടുണ്ട്, കുറേ മുന്നേ ഒക്കെ ഉള്ളതാവും. കണ്ടില്ല ഒട്ടകപ്പക്ഷി, ഇതിൻ്റെ തലയുടെ ഒക്കെ ഒരു വലിപ്പം കണ്ടോ. ഇവന് റെസിമോൻക്ക് ഇതിനെ കണ്ടിട്ട് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. എൻ്റെ അടുത്തേക്ക് നോക്കുന്ന പോലും ഇല്ല, രണ്ടാൾക്കും പേടിയായിരുന്നു. ഇതിൻ്റെ തല ഒന്ന് താഴ്ത്തുന്നത് കാണിച്ചു തരാം. ഇതിങ്ങനെ തിരിഞ്ഞു വന്നിട്ട് തല നേരെ താഴത്തോട്ടാവുന്നുണ്ട് കേട്ടോ. പെട്ടെന്നുണ്ട് തല ഇതുപോലെ അടിയൊക്കെയായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ തല പൊക്കി പിടിക്കുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ, നേരിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. രാത്രി ആയതുകൊണ്ട് ക്യാമറ ഒന്നും വലിയ ക്ലിയർ ഒന്നുമില്ല, ഉള്ളതിൽ ഞാൻ എടുത്തതാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ആ ഒട്ടക പക്ഷിയും കണ്ട് പിന്നെ ഇങ്ങനെ നേരെ പോരുന്നത് ഒരു ആനയാണ് കേട്ടോ, പ്രതിമയാണ്. പക്ഷെ റെസിമോൻ്റെ വിചാരം ശരിക്കുള്ള ആനയെന്ന് വിചാരിച്ചിട്ട് പേടിച്ച് കരയായിരുന്നു കേട്ടോ അവന്. കണ്ടില്ല ആന. ജിനു അവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ആനൻ്റെ മുന്നിൽ. പ്രതിമ ആയതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, അങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെയൊക്കെ കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ട് കേട്ടോ, ചുറ്റുഭാഗത്തും കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. ജിനു ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. പിന്നെ ഇതാ ഉയരം കുറഞ്ഞിട്ടുള്ള ആടുകൾ കണ്ടോ, തീരെ ഉയരല്ല, ചെറിയ
ഹൈറ്റിലുള്ള ആടുകൾ. അതിൻ്റെയൊക്കെ പേരും അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ശരിക്കും നോക്കിയിട്ടില്ലായിരുന്നു, ക്യാമറയിലും ശരിക്കും എടുത്തിട്ടില്ല. എന്താണ് ആടുകളെ മാതിരി അറിയില്ല, ഇങ്ങനെ വായിലെപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണവരെ ഉണ്ടോ, ഇതിങ്ങനെ കഴിച്ചുകൊണ്ട് നിന്നിട്ടാണ് ആടുകളെ പോലെ എന്താണെന്ന് ചോദിക്കുന്നത്. കാരണം അത് ഞങ്ങൾ ചെന്നിട്ടേ അത് എന്തോ ചവച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ മുയൽക്കുട്ടികളൊക്കെ അവരെന്തിനോ ഫുഡ് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒട്ടകമാണ് കേട്ടോ. ഒട്ടകം ഞങ്ങളവിടെ പോയതിന് ശേഷം പോരുന്ന വരെ അത് എണീറ്റതേ ഇല്ല. അപ്പം ഇങ്ങനെയാണ് കിട്ടിയത് ഒട്ടകം. ഇവിടെ ഒരു കുതിരയാണ്. ഒട്ടകം എണീറ്റിട്ടില്ല, അതൊക്കെ ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങാനുള്ള പുറപ്പാടിലാണ് തോന്നുന്നുണ്ട്. ഒട്ടകം എണീറ്റിട്ടേ ഇല്ല. അപ്പം ഇങ്ങനെ മാത്രമേ വീഡിയോ കിട്ടിയിട്ടുള്ളൂ. വൈക്കോലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്, കണ്ടില്ലേ. പിന്നെ ഇവിടെ ഉള്ളത് ചെറിയ ഉയരം കുറഞ്ഞിട്ടുള്ള പശുക്കളാണ്. ഏറ്റവും ചെറിയ പശുക്കളാണ് കേട്ടോ. വൈറ്റ് കളറ് പശുക്കളാണ്, തീരെ ചെറുതാണ് കേട്ടോ. വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോയെന്ന് അറിയില്ല. നല്ല ചെറിയ പശുക്കളാണ്, വെള്ള കളറിൽ 2 പശുക്കൾ. പിന്നെ ഇതാ ഇവിടെ നമ്മൾ കുട്ടികൾക്കൊക്കെ ഊഞ്ഞാലാടാൻ അതുപോലെ തന്നെ കറങ്ങാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് പാർക്ക് ഐറ്റംസ് ഉണ്ട്. വിഷു റെസിമോനും ഇഷു ഒക്കെ അതിൽ കുറച്ച് നേരം കളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇവർക്കൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കുളം തോന്നുന്നുണ്ട്. സെൻട്രലായിട്ടൊരു കുളം ഉണ്ട്, അതിന് ചുറ്റും ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇങ്ങനെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു, അതിലും കുറച്ച് നേരം എല്ലാവരും ഒന്ന് ഊഞ്ഞാലാടിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ 50 രൂപക്ക് നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയാണ് നമ്മൾ ശരിക്കും ഇതിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കാൻ പോകുന്നത്. പിന്നെ നമ്മുടെ കുഞ്ഞ് എലികൾ, വെള്ള എലികളാണ്, കണ്ടില്ലേ. ഓരൊക്കെ ഓടി കളിക്കുന്നതാണ്, നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ മുന്നേ വന്നപ്പോൾ ഇതിങ്ങനെയൊന്നും അല്ലേനു കേട്ടോ. പലതും മാറ്റം വന്നിട്ടുണ്ട്, വെച്ച സ്ഥലങ്ങളും ഒക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതെന്താണെന്നറിയോ, പറക്കണ അണ്ണാനാണ്. ഇത് വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് ഇത് പറക്കണ വീഡിയോ ഉണ്ട് കേട്ടോ. അണ്ണാൻ അവർ മേലോട്ട് ഇടുമ്പോൾ അത് പറന്നിട്ടുണ്ട് ഇറങ്ങുന്ന വീഡിയോ ഉണ്ട്. അത് ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിലുണ്ട് എലി. പിന്നെ ഇതാ നമ്മുടെ പാമ്പ്, പെരുമ്പാമ്പാണ്, എന്താ ബോൾ പെരുമ്പാമ്പാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇവരൊക്കെ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലൊക്കെ സ്പ്രിങ്ങിലൊക്കെ നന്നായിട്ട് ചാടി കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ എലികളെ ഒക്കെ നമുക്ക് കയ്യിൽ വേണമെങ്കിൽ എടുക്കുകയൊക്കെ ചെയ്യാം. പറക്കുന്ന അണ്ണാൻ, എലി, പാമ്പ് എല്ലാത്തിനും നമുക്ക് കയ്യിലെടുക്കാം. ഇതിൻ്റെ ലാസ്റ്റായിട്ട് പാമ്പിനെ കയ്യിൽ തരുന്നുണ്ട്. ഈ സമയത്ത് ഞങ്ങൾ കയറിയ സമയത്ത് പാമ്പ് കടിക്കുമെന്ന് പറഞ്ഞു, കാരണം അതിന് ഫുഡ് കൊടുത്തിട്ടില്ല. അപ്പം അത് കടിക്കുമെന്ന് പറഞ്ഞു. അവിടെ പറക്കുന്ന അണ്ണ എന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബോൾ പെരുമ്പാമ്പ് എന്നീ പാമ്പിൻ്റെ മുകളിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. 50 രൂപയ്ക്ക് ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇതാണ്ടില്ലേ, ആ പറക്കുന്ന അണ്ണാനെയാണ് ആ കയ്യിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് കുട്ടികൾക്കൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് കൈ നീട്ടിയപ്പോൾ പിന്നെ വെച്ചെടുത്തപ്പോഴല്ലേ അവരൊക്കെ പേടിച്ച് ഓടിയത്. റെസിമോന് വല്ലാതെ കൈ നീട്ടിയപ്പോൾ അവൻ്റെ മേലൊന്ന് വെച്ച് കൊടുത്തതാണ്. അവൻ പേടിച്ച് തിരിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ഇഷുമോൾ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഓള് മേത്തൊന്ന് വെച്ചെടുത്ത്. പിന്നെ ഓളും പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ അതിനെ വേഗം ഓളെ മേത്തുനിന്ന് എടുത്തിട്ടോ. അപ്പം അങ്ങനെ അതിനൊക്കെ കൂട്ടിലാക്കാനുള്ള പുറപ്പാടിലാണ്. കണ്ടില്ല, നമുക്ക് പിടിക്കണമെങ്കിൽ പറക്കുന്ന അണ്ണാണ്. അതിൻ്റെ ചിറക് പോലെ കണ്ടോ, ഒന്ന് പാറിയില്ലേ. ശരിക്കൊന്ന് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ലാസ്റ്റ് അല്ല, ഇപ്പം തന്നെ കാണിക്കുന്നുണ്ട് ഇവർ. ഇതാ മേലോട്ട് ഇടുമ്പോൾ കണ്ടില്ലേ, പറന്ന് ഇങ്ങോട്ട് ഇറങ്ങും. കണ്ടോ, എൻ്റെ ചിറക് കണ്ട് വിടർത്താണ്, മറ്റേ വവ്വാൽ പോലെയൊക്കെ ആവാണ്. വവ്വാലിൻ്റെ ഒക്കെ ഒരു ആയിട്ടത് പറന്നിറങ്ങാണ്. അപ്പം അങ്ങനെ പറക്കുന്ന അണ്ണാനൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ ഈ വീഡിയോ കണ്ടിരിക്കുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്തേക്കണം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഒക്കെ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടുന്നത്. പിന്നെ അടുത്തത് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുകയാണ്. അവിടെ തന്നെ ഒരാൾ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു, കണ്ടോ, മുകളിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്.
പിന്നെ ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് കയറി. പിന്നെ അവിടെ ഒരു ലോകം തന്നെ ആയിരുന്നു. ബേഡ്സും ഫിഷ് എത്രയോ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇവിടെ കണ്ടിട്ട് ഒരാളെ കണ്ടോ, ഇതാണ് ആഫ്രിക്കൻ പൂച്ച എന്ന് തോന്നുന്നുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതും അങ്ങനെ എന്തോ ഒരു ഇതാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ ലൈറ്റ് കണ്ടിട്ടാണ് നോക്കണത് കേട്ടോ. ഫ്ലാഷ് ലൈറ്റ് കണ്ടിട്ട് എന്താന്ന് വിചാരിച്ചിട്ട് പേടിച്ച് നോക്കുകയാണ്. ഇത് നമ്മുടെ സാധാ പൂച്ചയാണെന്ന് കണ്ടാൽ തോന്നും, പക്ഷേ ബംഗാൾ പൂച്ച ഉണ്ടോ, ബംഗാൾ പൂച്ചയാണ് കേട്ടോ അത്. ഇവിടെ ഒരാൾ ഓടിക്കളിക്കണേ. ഇത് ചിഹുവായ നായ അങ്ങനെ എന്തോ എഴുതിച്ചിരിക്കണം ഇവിടെ. അപ്പം അങ്ങനെ നമുക്ക് ഈ പക്ഷികളൊക്കെ നമ്മുടെ കയ്യിലൊരു തരും, നമ്മുടെ മേലൊക്കെ വെച്ച് തരും. ഓലൊന്നും ചെയ്യുന്നില്ല, പക്ഷെ നമുക്ക് പേടി. ഞാനൊന്നിനെ എൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചിട്ട് പോലും ഇല്ല കേട്ടോ, പേടിയാണ്. എല്ലാവരും തലയിലും മേലൊക്കെ ഓല് വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഇതൊക്കെ അത് അതിനെയും കൊണ്ട് നടക്കുന്ന അതിലൂടെ. പിന്നെ ഉമ്മയും ഇക്കയും ഒക്കെ ഒന്ന് മേലെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. റസിമോൻ ഇപ്പാൻ്റെ മേത്ത് നിന്നിട്ട് ഭയങ്കര പേടിയാണ് കേട്ടോ. എന്നിട്ട് അതിനെ നോക്കുന്ന പോലും ഇല്ല. നോക്കുക അതേപോലെ അങ്ങോട്ട് തിരിയുക. സിധു ഇതാ തോളിൽ വെച്ച് നടക്കുന്നു. പിന്നെ ഫുൾ മീനുകൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം നമ്മൾ കയ്യിൽ ഇങ്ങനെ തീറ്റ വെച്ചിട്ട് ഓൽക്ക് വെച്ച് കൊടുത്താൽ അതൊക്കെ കഴിച്ചു പോവും. അപ്പം അങ്ങനെ ഒരുപാട് മീനുകൾ വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ വരാൻ പറ്റാത്തവർക്ക് ഇങ്ങനെയെങ്കിലും കാണാമല്ലോ. കണ്ടോ, അവന് കൈയൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്. രാത്രി ആയതുകൊണ്ടാണ് തീരെ ക്ലിയർ ഇല്ല ഫോൺ, അല്ലെങ്കിൽ ക്ലിയർ ഇല്ല. അപ്പം രാത്രിയും കൂടെ ആയതുകൊണ്ട് ക്ലിയർ തീരെ കുറവാണ്. തീറ്റ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ മീനുകൾ ഒന്നായിട്ട് വന്ന് ആ തീറ്റ മുഴുവൻ തിന്നിട്ട് പോകും. പിന്നെ അതിനും കുറച്ച് നേരം അവരൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന്. അപ്പോൾ ഇങ്ങനെ ഇത്രയും സംഭവങ്ങൾ കാണാനുണ്ട്. ഇനി ഒന്നും വലിയ മീനുകളുണ്ട്. അതിൻ്റെ പേരെന്താ ഞാൻ നോക്കിയിട്ടില്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. നമ്മളെ കടിക്കാനുള്ളൊരു വലിപ്പത്തിൽ തന്നെ ഉണ്ട് കേട്ടോ മീൻ. ഇത്രയും വലുതാണ്. അപ്പം എല്ലാവരും അതിനും കുറച്ച് കണ്ടുകൊണ്ടിരുന്നു. പിന്നെ കുറച്ച് അക്വേറിയത്തിൽ കുറച്ച് മീനുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ അങ്ങ് മുന്നേ വന്നപ്പോൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കുറവാണ്. കുറേ ഐറ്റംസ് ഇവിടെ നിന്ന് ഇല്ലാണ്ടായിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന്. പിന്നെ ഞങ്ങളായിരുന്നു അതിൽ ലാസ്റ്റായിട്ട് ഉണ്ടായിരുന്നത് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവർ ഞങ്ങളോട് ഇറങ്ങാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഞങ്ങൾ ഇത് ഫുള്ള് കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയ പാടെ അവർ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ കണ്ടോ, പക്ഷികളൊക്കെ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയോ ഇവർ ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് ആ കയറിലാണ്, അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഇക്കഥ കയ്യിൽ കുറച്ച് തീറ്റയൊക്കെ വെച്ചിട്ട് പക്ഷിയൊക്കെ വിളിച്ചു വരുത്തി തീറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കണ്ട് അന്നൊരു ദിവസം ഒരുപാട് എൻജോയ് ചെയ്തു. വെറും 50 രൂപയാണ് ഒരാൾക്ക് ഇതിലേക്ക് റേറ്റ് വരുന്നത് കയറാൻ വേണ്ടിയിട്ട്. ഒരു പക്ഷിയുടെ ചുണ്ടിൽ നല്ലൊരു കടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇക്കാക്ക്. അപ്പോൾ ഒന്നും കൂടി അതിന് തീറ്റ കൊടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ പിന്നെ അത് കടിച്ചു. നല്ല വേദന ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിന് തീറ്റ കൊടുക്കുകയാണ്. പിന്നെ കടി കിട്ടി. ലാസ്റ്റ് മതിയാക്കി പോന്നിട്ടുണ്ടായിരുന്നു. മുറിയായിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. അങ്ങനെ മതിയാക്കി പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇഷ്ടപ്പെട്ട ലൈക്കും കൂടെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സാധാരണ വ്ളോഗൊന്നും എടുക്കാറില്ല, എന്നൊരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് എടുത്തതാണ്. പിന്നെ നമ്മൾ സാധാരണ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത് കുക്കിംഗ് വീഡിയോസ്, അതുപോലെ തന്നെ ഹെയർ ബാൻഡ് മേക്കിംഗ് വീഡിയോസ്, മെറ്റീരിയൽ സെയിൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ അടുത്തുണ്ടെങ്കിൽ പോയിട്ട് കാണാം. ഇവിടെ വരാൻ പറ്റുന്നവർ ഇവിടെ വന്നുള്ളൂ. മിനി ഊട്ടിയിലാണ്. അപ്പോൾ ഞങ്ങൾ
ഇതൊക്കെ കണ്ട് ലാസ്റ്റ് വീട്ടിലേക്ക് തിരിച്ചു പോന്നു. എന്തായാലും ഞാൻ പറഞ്ഞ് വെറുപ്പിക്കണില്ല, അപ്പം നിങ്ങൾ കണ്ടോളൂ. ബാക്കിയുള്ളതും കൂടെ കേട്ടോ. ഞങ്ങൾ പോന്നപ്പോൾ തന്നെ അവിടുന്ന് ലൈറ്റൊക്കെ അവർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ബോൾ പെരുമ്പാമ്പില്ല, അതിന് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്, വേണ്ടവർക്ക് കയ്യിൽ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ പെരുമ്പാമ്പിനെ അവർ പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പോരാൻ നേരത്തെ ഇതാ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കുറച്ച് പയ്യന്മാരുടെ കുറച്ച് പെർഫോമൻസും കൂടെ കണ്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം അങ്ങനെ തിരിച്ചു പോന്നിട്ടുണ്ട്. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ മിനി ഊട്ടിയിൽ ഇവിടെ കയറാതെ പോവരുത്. പെറ്റ്സ് പാർക്കിലാണ്. കണ്ടോ, ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ടായിട്ട് മിനി ഊട്ടി പെറ്റ്സ് പാർക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ പോന്നപ്പോൾ എല്ലാവർക്കും ഓരോ പൈനാപ്പിൾ ഉപ്പിലിട്ടതും പിന്നെ അരി നെല്ലിക്കയും ഒക്കെ വാങ്ങി കഴിച്ചിട്ടാണ് പോകുന്നത് നമ്മൾ അതിൽ തന്നെ ആയിരുന്നു. ഹിൽസ് ലാൻഡ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ടൈം. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.